കർത്താവേ, നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും നിന്റെ വലതുകരം നീട്ടി ആശീർവദിക്കണമേ. ആപത്തുകളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ വിശുദ്ധമായ രഹസ്യങ്ങൾ വിശുദ്ധിയോടുകൂടി സ്വീകരിക്കുവാൻ തക്കവണ്ണം പാപത്തിൻ്റെ സകല മാലിന്യങ്ങളും ഞങ്ങളിൽ നിന്നും കഴുകിക്കളയണമേ. ഓശോ വബുകുൽ സുബ്ഹാനഹു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വർണ്ണിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധാത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ും
സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ഭാരിക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവമേ, വിശ്വാസികളായ ഭരണകർത്താക്കളുടെ സഹായത്തിന് നിന്റെ വിശുദ്ധ മാലാഖമാരുടെ സംഘങ്ങളെ അയച്ചു കൊടുക്കണമേ. പിശാചുക്കളുടെ കഠിനമായ ഉപദ്രവങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കണമേ. ക്രൈസ്തവ സഭയെ ദർശിക്കുന്നവരുടെ കണികളിൽ നിന്നും ഉപാധികളിൽ നിന്നും അവരെ സഭയെ കാത്തുകൊള്ളണമേ. ഓശോ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായും നിബിയന്മാർ, സ്ലിഹന്മാർ, പ്രസംഗർ, ഏവൻഗേലിസ്തന്മാർ, സഹദീന്മാർ, മൗദ്യാന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധ ദൈവമാതാവിനെയും ഞങ്ങളുടെ സ്വർഗീയ പിതാവായ മാർത്തോമാസ്ലിഹായെയും സകല വിശുദ്ധന്മാരെയും ഈ ബലിയിൽ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ നീ സഹായിക്കണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കുറ്റമില്ലാത്തതും ശ്ലൈകവും ഏകവുമായ സത്യശാസ്ത്രെ നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സത്യവിശ്വാസത്തിൽ വളർത്തിയ എല്ലാ പുണ്യപിതാക്കന്മാരെയും ഈ ബലിയിൽ ഞങ്ങൾ അനുസ്മരിക്കുന്നു. അവർ ഞങ്ങളെ പഠിപ്പിച്ചതായ വിശ്വാസത്യങ്ങൾ ഞങ്ങളിൽ നീ ഉറപ്പിക്കണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പത്രകുൻ മൻവോലം ബൽമേ. സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം ക്രിയലായിസോൻ എന്ന് ചൊല്ലണം. ദൈവം തമ്പുരാനെ, ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയെല്ലാവരെയും ഈ പരിശുദ്ധമായ ബലിയിൽ ഞങ്ങൾ അനുസ്മരിക്കുന്നു. നിന്റെ സ്വർഗീയമായ രാജ്യത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്ന ജീവപ്രദമായ ശബ്ദം കേൾക്കുവാൻ അവർ അർഹരായി തീരണമേ. എന്തെന്നാൽ നിന്റെ പ്രിയപുത്രന്റെ തിരുശരീരവും തിരുരക്തവും അവരിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ,
പോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെ അറിവോട് മറുകൂടാതെ തിരുമുൻപിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയവർക്കും ഞങ്ങൾക്കും പാപമോചനം നൽകണമേ. സർവാദരണീയവും സംഭോജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും നാമത്തോടുകൂടെ സകലത്തിലും എന്ന പ്രകാരം ഇതിലും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനും ആയ യേശുമിശിഹായുടെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എല്ലാറ്റിനും ഉപരിയായി ആഘോഷിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ നിന്റെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതായ പ്രാർത്ഥന ദുരുങ്ങിയ ഹൃദയത്തോടുകൂടെ ചൊല്ലുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. നിന്റെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഇനിയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. അതുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സമാധാനം ഉണ്ടായിരിക്കട്ടെ. അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ മുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും നിന്റെ വലതുകരം നീട്ടി ആശീർവദിക്കണമേ. ആപത്തുകളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ വിശുദ്ധമായ രഹസ്യങ്ങൾ വിശുദ്ധിയോടുകൂടി സ്വീകരിക്കുവാൻ തക്കവണ്ണം പാപത്തിൻ്റെ സകല മാലിന്യങ്ങളും ഞങ്ങളിൽ നിന്നും കഴുകിക്കളയണമേ. ഓശോ വബുകുൽ സുബ്ഹാനഹുമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും
സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാർക്കിമോർ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. വിശുദ്ധിയും പിടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ പീഡാസഹനങ്ങളാൽ ലോകത്തെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാകത്തകയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. ഏറ്റവും പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ പെന്തക്കോസ്തിയുടെ ശുശ്രൂഷ നടത്തുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രിയമായ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയം നമുക്ക് ദൈവസന്നിധിയിലായി പ്രാർത്ഥിക്കാം. ആദിമസഭയിൽ ഇറങ്ങി വന്നതായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ കൂട്ടായ്മയിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ലഭ്യമാകാൻ അനുഭവിക്കാൻ ഇടയാകണമേ എന്ന് പ്രതി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചെല്ലാം. വാർദ്ധകയിൽ വെച്ച് പിതാവുകളുടെ സാദൃശ്യത്തിൽ വിശുദ്ധാശ്ലേഹന്മാരിൽ ഇറങ്ങി വന്ന് ദിവ്യജ്ഞാനത്താൽ അവരുടെ മനസ്സിനെ പ്രകാശിപ്പിച്ച് ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ, നിന്റെ ദാനങ്ങളാകുന്ന ദിവ്യീകരണങ്ങളാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്നെ ആരിൽ നിന്ന് പുറപ്പെടുന്നവോ ആ പിതാവിനെയും ആരിൽ നിന്ന് നീ സ്വീകരിക്കുന്നവോ ആ പുത്രനെയും സവിശേഷം ഇപ്പോഴും എല്ലാ സമയത്തും തന്നെയും വാഴ്ത്തി സ്തുതിക്കുവാൻ യോഗ്യരാകണമേ. മറിയം പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ ദേവി കർത്താവിനെ പുകഴ്ത്തുന്നു. എൻ്റെ ആത്മാവിനെ ജീവിക്കുന്നവനായ ദൈവത്തിൽ സന്തോഷിച്ചു.
വർണ്ണനാതീതമായ നിന്റെ ഗർഭധാരണത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ഏതൊരു മനസ്സും നിഷ്പ്രഭമായി പോകുന്നു. അതിനാൽ യോഗ്യമായ പ്രകാരം ഞങ്ങളെല്ലാവരും അത്യുത്സാഹത്തോടെ നിന്നെ സ്തുതിക്കുന്നു. അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി തങ്ങളുടെ വിചാരത്തിൽ അഹങ്കാരികളായവരെ ചിഹ്നിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനം മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു. ദൈവം പരിപാലിച്ചു വളർത്തിയ നൈർമല്യം നേടി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രൻ മുഖാന്തരം മൺമയായ നമ്മുടെ വർഗത്തിന് അവൾ പുതുജീവന്റെ ഔഷധമായി തീർന്നു. ദൈവമേ, ശക്തി നൽകുന്നവനായ ഇപ്പോൾ ഞങ്ങളുടെ സ്മരണമേ പാലിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവകൃപയാൽ വിശ്വാസം പ്രാപിച്ച ഞങ്ങൾ സൂര്യസമാനം തിളങ്ങി പ്രകാശിച്ച് ശുഭവസ്ത്രം പോലെ അഴകുള്ളവരായി തീരണമേ. രശ്മിയിൽ മൂന്നാമനും അഭേദ്യ പ്രകൃതിയുള്ളവനും ശക്തിയിലും ജ്ഞാനത്തിലും സമരമായവനെ വിശ്വാസികളായ നാം ഏവരും സന്തോഷപൂർവ്വം സ്തുതിക്കണം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്നും അനുഗ്രഹവും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനുഷ്യനമായ കൃപയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. അദൃശ്യനായ പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും വന്യനായ പുത്രനിൽ നിന്ന് സ്വീകരിക്കുന്നവനും ഇച്ഛിക്കുന്നതെല്ലാം സ്വീകരിക്കുന്നു സ്വർഗീയമായ മഹാശക്തിയാൽ ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനുമായ പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. അവൻ വരുവാനുള്ളതും നിഗൂഢമായ കാര്യങ്ങൾ ദീർഘദർശിമാർ മുഖാന്തരം മുൻകൂട്ടി പറയുകയും അഗ്നിനാവുകളുടെ സാദൃശ്യത്തിൽ സ്നേഹന്മാരിൽ ആവസിച്ച് അവരെ വിശുദ്ധിയിലും ജ്ഞാനത്താലും പരിപൂർണരാക്കിക്കൊണ്ട് കാലത്തിന്റെ പൂർണ്ണതയിൽ അവരുടെ അന്യ രഹസ്യങ്ങൾ തെളിവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പെന്തിക്കോസ്തിയുടെ ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ നേരത്തും സകല പെരുന്നാളുകളിലും നാഴികളിലും ഞങ്ങളുടെ ആയുസ്സിന്റെ ദൈർഘ്യം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. പകലുകള്ളിയുമോ സുതമായ ആശ്വാസപ്രദനായ ദൈവം സഭകളെ ശുദ്ധീകരിക്കുന്നവനും ദൈവിക ശുശ്രൂഷകൾക്ക് പൂർണ്ണത നൽകുന്നവനുമാകുന്നു. അവൻ ആചാര്യ പദവി പ്രദാനം ചെയ്യുന്നവനും മാമോദീസായെ പൂർത്തീകരിക്കുന്നവനും ഉദാശകൾ നിറവേറ്റുന്നവനും പാപങ്ങൾ പരിഹരിക്കുന്നവനുമാകുന്നു. പരിശുദ്ധ ഗഹനമായ കാര്യങ്ങൾ പരിശോധിക്കുന്നതും രഹസ്യകാര്യങ്ങൾ പ്രതിപാദിക്കുന്നവനും വരുവാനിരിക്കുന്നവ അറിയിക്കുന്നവനുമാകുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമാകുന്നു. പരിശുദ്ധ എടുക്കുന്നവനാകുന്നു, എടുക്കപ്പെടുന്നവനല്ല. പൂർത്തീകരിക്കുന്നവനാകുന്നു, പൂർത്തീകരിക്കപ്പെടുന്നവനല്ല. ശുദ്ധീകരിക്കുന്നവനാകുന്നു, ശുദ്ധീകരിക്കപ്പെടുന്നവനല്ല. ദൈവീകരിക്കുന്നവനാകുന്നു, ദൈവീകരിക്കപ്പെടുന്നവനല്ല. പരിശുദ്ധ സ്വയം ചൈതന്യവാനും ആധിപത്യമുള്ളവനുമാകുന്നു. അവൻ സ്വയം ബലവാനും അമിതനും ഔന്നത്യമുള്ളവനുമാകുന്നു. പ്രകാശവും പ്രകാശദാതാവും കൃപാലുവും കൃപയുടെ ഉറവിടവുമാകുന്നു. പരമാർത്ഥതയും അധികാരവും ഉള്ളവനും നാഥനുമാകുന്നു. അവൻ പുത്രസ്വീകാര്യത്തിന്റെയും സത്യത്തിന്റെയും ആത്മാവും ആലോചനയുടെയും ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ദൈവഭയത്തിന്റെയും അറിവിന്റെയും ആത്മാവാകുന്നു. തനിക്കായി ആലയങ്ങൾ
ഉചിതമായ വിധം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഓരോരുത്തർക്കും നൽവരങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നവനും ആശ്വാസദാതാവുമാകുന്നു. അവൻ ധീരതയുടെ ആത്മാവാകുന്നു, നിർമ്മലനാകുന്നു, അഭിവാഞ്ചനാകുന്നു. അവൻ മനുഷ്യരോട് സ്നേഹമുള്ളവനാകുന്നു. അവൻ ദീർഘദർശികളെയും സ്നേഹന്മാരെയും പരിപൂർണമാക്കുന്നവനും രക്തസാക്ഷികളെയും സന്നദ്ധരാക്കുന്നവനുമാകുന്നു. അവൻ ഉപദേഷ്ടങ്ങൾക്ക് ദൈവിക ജ്ഞാനം നൽകുന്നവനും പരമാർത്ഥികൾക്ക് അറിവ് നൽകുന്നവനുമാകുന്നു. അവൻ ദേവാലയങ്ങളെ അലങ്കരിക്കുകയും നന്മകൾ പ്രവർത്തിക്കുന്നവനും സർവശക്തനും ആകുന്നു. പിതാവ് അറിയപ്പെടുന്നതും പുത്രൻ വിശ്വസിക്കപ്പെടുന്നതും അവനിലൂടെയാകുന്നു. അവൻ മാത്രം പിതാവിനോടും പുത്രനോടും കൂടെ വർണ്ണിക്കപ്പെടുന്നു. ജനിപ്പിക്കുന്നതൊഴികെ പിതാവിനുള്ള സകലതും, ജനിക്കുന്നതും ശരീരം ധരിക്കുന്നതും ഒഴികെ പുത്രനുള്ള സകലതും പരിശുദ്ധാത്മാവിനുണ്ട്. പിതാവിനെയും പുത്രനേക്കാൾ കൂടുതലും കുറവുമില്ലാതെ പരിശുദ്ധ അനാദ്യത്തിനും സ്വയംഭൂവുമാകുന്നു. ആശ്വാസപ്രദനായ പരിശുദ്ധ തമ്പുരാനെ, ഈ പരിമള ധൂപം വഴി അപ്രിയമായ നിന്റെ ഐശ്വര്യസമൃദ്ധിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ ദൈവിക ദാനങ്ങൾ ഇപ്പോൾ ഞങ്ങൾ നവീകരിക്കണമേ. മാളികയിൽ വെച്ച് വിശുദ്ധ സ്നേഹിതന്മാരിൽ നീ ആവസിച്ചതുപോലെ ഞങ്ങളിലും ആവസിക്കണമേ. നിന്റെ സ്വർഗീയ നൽവരങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ ജ്ഞാനത്തിലും ദിവ്യോപദേശങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ അധിവാസത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവർക്കും ചെറിയപ്പെട്ടിരിക്കുന്ന നിന്റെ കൃപാപാനീയം കൊണ്ട് ഞങ്ങളെ ലഘുപ്പിക്കണമേ. നിന്റെ ദാനങ്ങളാകുന്ന വിശേഷധനത്താൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ. നിന്റെ പ്രകാശരശ്മിയാൽ ഞങ്ങളെ ശോഭിപ്പിക്കണമേ. നിനക്ക് വേണ്ടി ജീവിച്ച് നിന്നിൽ അന്ത്യം പ്രാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഓശോ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നത്തുള്ള കുറിയലായുസ് എന്ന് നേരിടാം. നാം എല്ലാവരും ഭംഗിയായും ഉത്സാഹപൂർവ്വം നിന്ന് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള കുരിയലായുസോ എന്ന് പറയണം. അഗ്നിനാവുകളുടെ രൂപത്തിൽ വിശുദ്ധ ശ്ലീഹന്മാർ ഇറങ്ങി വരികയും ദൈവദാനങ്ങളാൽ അവരെ നിറയ്ക്കുകയും പിതാവിനോടും പുത്രനോടും സാരാംശത്തിൽ നീ സമനാണെന്ന് സ്പഷ്ടമായി വെളിപ്പെടുത്തുകയും ചെയ്തവനെ, നിന്റെ ദൈവിക ദാനങ്ങളുടെ സമ്പത്തി പ്രാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിദ്യാവിഹീനരായ മീൻപിടുത്തക്കാരെ ദിവ്യജ്ഞാനമുള്ളവരാക്കുകയും സുവിശേഷ ദൗത്യം പ്രസംഗിക്കുവാൻ അവരെ ശക്തരാക്കുകയും ചെയ്ത പ്രകാരം ഞങ്ങളെയും നിന്റെ ദിവ്യദാനങ്ങൾക്ക് യോഗ്യമായ നിർമ്മല വാചനങ്ങളും ആലയങ്ങളുമാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ചെയ്യുന്നു. മനുഷ്യരിൽ തന്റെ ആത്മാവിന് മേൽ വസിക്കുകയില്ല എന്ന് ഞങ്ങളുടെ പാപം നിമിത്തം ഞങ്ങൾക്കെതിരായി നിശ്ചയിക്കപ്പെട്ടിരുന്ന വിധിയെ ആശ്വാസപ്രദ റുഹായും ദൈവവുമായ നിന്റെ ആഗമനത്തിൽ ഈ പെന്തിക്കുസ്താ ദിവസം നീ ഇല്ലാതാക്കി പുത്രന്റെ വാഗ്ദാനം നീ നിറവേറ്റി സ്ലീഹന്മാരെ നീ ജ്ഞാനികളും പ്രബുദ്ധരുമാക്കി. ശ്രേഷ്ഠമായ ഈ ആരാധന വഴി വഞ്ചകമായ ദുഷ്ടന്റെ സകല കണികളിലും തന്ത്രങ്ങളും തകർക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ച് 3 പ്രാവശ്യം കുറേലായി എന്ന് ചൊല്ലുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിന് വേണ്ടി അഭിഷേകം പ്രാർത്ഥിക്കാം.